salt and pepper. Bum 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 bum. Hi, Eastern Salt and Pepper presented by Romana Drinking Waterലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ നിൽക്കുന്ന സ്ഥലം ആദ്യം നിങ്ങൾ ഈ സ്ഥലം ഒന്ന് ആസ്വദിക്കുക. എത്ര മനോഹരമായൊരു സ്ഥലം. ഇത് തിരുവനന്തപുരം ജില്ലയ്ക്ക് അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ആക്ച്വലി തിരുവനന്തപുരം ജില്ല എന്ന് പറയണ്ട, ഇത് തമിഴ്നാടാണ്. തമിഴ്നാടെന്നും പറയാൻ വയ്യ, പിന്നെ എന്ത് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്തായിട്ട് ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഒരു സൈഡ് കേരളം, മറു സൈഡ് തമിഴ്നാട്, അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇത് എവിടെയാണെന്ന് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇത് നമ്മുടെ പാറശാലക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടെയാണ്. വെള്ളറടയ്ക്ക് അടുത്തുള്ള നെട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതാണ് ചിറ്റാർ ഡാമിൻ്റെ വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. നമ്മൾ പത്തനംതിട്ടയിലുള്ള ചിറ്റാർ അണക്കെട്ടല്ല, ഇത് തൃപ്പരപ്പ് അണക്കെട്ട് കേട്ടിട്ടുണ്ടല്ലോ. തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചിന്ന ചിന്ന ആസൈ, ആ പാട്ടിൽ കാണുന്ന ആ വെള്ളച്ചാട്ടം, അതിനടുത്തുള്ള ഡാമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനടുത്തായിട്ട് ഈ ഡാമിലുള്ള മത്സ്യസമ്പത്തുകളെല്ലാം എങ്ങനെ പിടിച്ചിട്ട് നല്ല രുചിയോടെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരു കടയുണ്ട്. വളരെ തിരക്കാണ് കേട്ടോ. ഒത്തിരി പേര് അവധി ദിവസങ്ങളിൽ ഇവിടുത്തെ ഈ രുചി ആസ്വദിക്കാൻ, ഈ പ്രകൃതി ഭംഗി കാണാനായിട്ട് ഇവിടെ വരാറുണ്ട്. അവിടേക്കാണ് ഞാനും ഇന്ന് എത്തിയിരിക്കുന്നത്. ഇതിനടുത്താണ് ശിവലോകം എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ ഒരു സ്ഥലം കൂടെയുണ്ട്. പ്രകൃതി ഇങ്ങനെ വാരിക്കോരി സൗന്ദര്യം കൊടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ ഞാൻ ഒരാളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അമ്മേ, ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാന്നുള്ളവരെ പലരും പല പേരിലാണ് വിളിക്കുന്നത്. ചിലർ ചേച്ചിന്ന് വിളിക്കും, ചിലർ അമ്മയെന്ന് വിളിക്കും, ചിലർ അമ്മച്ചിന്ന് വിളിക്കും, അല്ലേ? ഈ മൂന്നും വിളിക്കാറില്ലേ? യഥാർത്ഥത്തിൽ പേരെന്താണ്? എന്റെ പേര് ഹോട്ടൽ അനിത. ഹോട്ടൽ അനിത. ഇപ്പൊ ഹോട്ടൽ അനിത തന്നെ പേരും മാറി. അപ്പോൾ ഇവിടെ ഒരു എന്താണ്, വളരെ ഒരു നാടൻ ഹോട്ടലുണ്ട്. പക്ഷെ തിരക്കെന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്ത് വാഹനത്തിലൊക്കെ വന്നിട്ട് വാഹനത്തിൽ പോയി കാത്തിരിക്കണം, അല്ലേ? പിന്നെ ഞങ്ങൾ എല്ലാം റെഡിമെയ്ഡോടെ കൊടുക്കുള്ളൂ. കപ്പയും എല്ലാം ഒരു അവിച്ച് റെഡിയാക്കി വെക്കും. മീൻ മാത്രം പുരട്ടി അങ്ങനെ റേറ്റ് ഇട്ട് വെച്ചിരിക്കും. എന്നിട്ട് എണ്ണ അടുപ്പി വെച്ചിരിക്കും. ചെറിയ ചൂടോടെ ആൾ വന്നിട്ട് തീ കൂട്ടി വെക്കും, പൊരിച്ച് കൊടുക്കും. ഇത് ശരിക്കും KK ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും നമുക്ക് അങ്ങനെ പറയാൻ വയ്യ. അത് കേരളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുകയാണ്. കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും അതിർത്തിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ രുചിക്കൂട്ടുണ്ട്, അതായത് സ്പെഷ്യൽ ചേരുവയാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഈ മീനിന്റെ ഒരു രുചി. അത് നമുക്കൊന്ന് പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അമ്മേ, തുടങ്ങിയാലോ? തുടങ്ങാം. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രകൃതി, ഇതിന്റെ ഒരു ഭംഗി ഇത് മിസ് ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വെച്ചത് ഈ ഒരു പ്രകൃതി രമണീയതയിൽ നിന്ന് തന്നെ പാചകം ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോഴേ ഇന്ന് എന്തൊക്കെ മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഇന്ന് നമുക്ക് 2 സൈസ് മീനേ കിട്ടിയിട്ടുള്ളൂ. സ്ലോപ്പിയും റോഹും. റോഹു സിലോപ്പിയ ഞാൻ കേട്ടിട്ടുണ്ട്. റോഹു എന്ന് പറഞ്ഞാൽ വളർത്തുമീനല്ലേ? അത് ഇതിനകത്ത് പേച്ചിപ്പാറ ഡാമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ഡാമിലല്ല. റോഹ് നല്ല പേരല്ലേ? റോഹ് നല്ല ഒരു ഹിന്ദി സിനിമ നടനൊക്കെ ഇടാൻ പറ്റിയ ഒരു പേര്. ഓക്കെ, അടിപൊളി. അപ്പോൾ റോഹ് മീനും സിലോപ്പിയാണ് നമ്മളന്ന് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചേരുവയിൽ ഫ്രൈ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ, ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാ ചേരുവകൾ വേണ്ടത്? മുളക് പൊടി വേണം, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഇറച്ചി മസാല. പാം ഓയിൽ എണ്ണയിലാണ് ഞാൻ പൊരിക്കുന്നത്. കരിവേപ്പിലയും ഇതെല്ലാം കൂടെ മീൻ മൂത്ത് വന്നതിന് ശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് അതിനകത്ത് ഇട്ടെടുക്കും. ഒരു ഭയങ്കര ഒരു ടേസ്റ്റ്. നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കഴിക്കുക. ഈ പ്രകൃതി രമണീയതയിൽ വന്നിരുന്ന എത്ര പാറശാലക്കാരും എത്ര വെള്ളറടക്കാരുമാ വന്നിരുന്ന രുചികരമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു കാഴ്ച നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ ഉറപ്പായിട്ട് ഈ സ്ഥലം, ഇത് നെയ്യാറ്റിൻകര വഴി അമരവിള ചെക്ക് പോസ്റ്റ്, ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് റോഡുണ്ട്. അത് നേരെ വെള്ളറടയ്ക്ക് വരും. അവിടെ നിന്ന് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഈ മനോഹരമായ പ്രദേശം ഒത്തിരി ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് ശിവലോകം എത്ര 2 കിലോമീറ്റർ. അവിടെ പോയാൽ ഭയങ്കര ഒരു ബീച്ച് പോലെയൊക്കെ തന്നെയാണ്. ശരി, തുടങ്ങാം. എണ്ണ ഒഴിക്കാം. ഒഴിക്കാം. പാം ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്കിപ്പോൾ എത്ര മീനുണ്ട്? 2 മീൻ. അപ്പം അതിലേക്കായിട്ടുള്ള ഈ മീന് മുങ്ങിക്കിടന്ന് പൊരിക്കേണ്ടതാണോ? എന്റെ തമ്പിയാണ് അതാ നിൽക്കുന്നത്. കുറച്ച് എണ്ണയും കൂടെ എടുത്തിട്ട് ഇത് തികയില്ല. ഈ മീൻ മുങ്ങി കിടക്കണം. തമ്പിയുടെ പേര് ബാബു എന്നാണ്. മലയാളി തന്നെയാണ്. നമുക്ക് മീൻ പുരട്ടാം. പുരട്ടി കഴിയുമ്പോൾ എണ്ണ ചൂടാവും. അപ്പോഴും എടുത്തിടാം. ഓരോന്നായിട്ട് ചേർക്കാം. ഇതിലാദ്യം ചേർക്കുന്നത് മുളക് പൊടി ചേർക്കട്ടെ. കണ്ടല്ലോ, ഈ മീനെല്ലാം കൂടെ ഒരു 3 കിലോ വരും അല്ലേ? 3 കിലോയ്ക്ക് പുറത്തുണ്ട്. 4 കിലോ മീനുണ്ട്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. മുളക് പൊടി,
ഇത് ഇറച്ചി മസാല. ഇറച്ചി മസാല. ഇത് പൊടിച്ച് തന്നെ എടുത്തതാണ്. പൊടിച്ച് തന്നെ എടുത്തത്. പൊടിച്ച് തന്നെ നമ്മൾ സ്വന്തമായിട്ട് പൊടിക്കണം. നമ്മള് പൊടി വാങ്ങിക്കരുത്. ഇറച്ചി മസാല എന്ന് പറഞ്ഞ കടയിൽ വാങ്ങാൻ കിട്ടുമല്ലോ കുറെ സംഭവങ്ങളെല്ലാം. ഈ സ്റ്റാറും പിന്നെ കറുകപ്പട്ട എല്ലാം കൂടെ അതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച പെരിഞ്ചീരകം, കുരുമുളക്. ഈ കുരുമുളകാണ് ഇതിന്റെ ഒരു രുചിയല്ലേ? മഞ്ഞപ്പൊടി. സാധാരണ നമ്മള് കുക്കറി ഷോകളിൽ കാണും പോലെ അല്ല ഇതിൽ മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഇതിലിത്തിരി കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടും. കാരണം ഇതിന്റെ മാംസം കഴിക്കുമ്പോഴും നമുക്ക് ആ ഒരു ചെറിയൊരു യെല്ലോ കളറ് ഫീൽ ചെയ്യാൻ പറ്റും. ഉപ്പ് ഇടട്ടെ. നമ്മളെല്ലാ പൊടി ഇട്ട് ശകലം വെള്ളം. ഈ വെള്ളം എടുക്കണ മീനിൽ വീത്തി കുഴഞ്ഞ് നല്ല ചേർവ് ഉപ്പും പുളിയും എല്ലാം പിടിക്കാൻ വേണ്ടിയാണ് വെള്ളം എടുക്കണേ. നമ്മുടെ ഈ അരപ്പ് മിസ്സിങ് ആവാൻ വേണ്ടി. അല്ലെങ്കിൽ മിസ്സിങ് ആവില്ല. അത് ഇടയ്ക്ക് ഇതിലും കൂടെ നോക്കണം, അല്ലെങ്കിൽ എന്റെ തലയ്ക്കായിരിക്കും വെള്ളമൊക്കെ എടുത്ത്. അതൊന്നുമില്ല. എന്നിട്ട് ഈ മീന് വൃത്തിയായിട്ട് പുരട്ടുക. വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഈ ചേച്ചി ക്യാമറയിൽ നോക്കി ഒരു പ്രൊഫഷണൽ ആങ്കറേയും പോലെയാണ് ഇവിടെ നിന്ന് പെർഫോം ചെയ്യുന്നത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിദേശ ചാനലിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ചേച്ചിയുടെ മസാല കൂട്ട് അമേരിക്കയിൽ വരെ എത്തിയിട്ടുണ്ടല്ലേ? ഞാൻ പറ്റിച്ചൊന്നും പറയാം, എല്ലാം ഉള്ളത് തന്നെ പറയുള്ളൂ. ഒന്നും ഇവിടെ കൊടുക്കുന്ന ആഹാരം നല്ല രീതിയിൽ കഴിക്കണം, അവർക്ക് തൃപ്തി. പുരട്ടി വെച്ച് ഈ മീൻ ഇന്നൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇടാം. അപ്പോഴത്തേക്ക് ഇതിനകത്ത് മസാല ഉപ്പ് പിടിക്കണേ മീനിനകത്ത്. ഇത്രയോ ആണ് ഇതിലുള്ളത് മെയിൻ. അപ്പോ ഇതിന്റെ രഹസ്യമൊക്കെ വന്ന് പുറത്ത് വന്നതല്ലേ? ആ ഒരു സന്തോഷത്തില് കുറച്ച് പരസ്യങ്ങളൊക്കെ കണ്ടാലോ? എന്നല്ല പരസ്യം കണ്ടോളൂ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിംഗ് വാട്ടറിൽ ഇനിയൊരു ബ്രേക്ക്. മടങ്ങി വരാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിംഗ് വാട്ടർ രുചിക്കൂട്ടിലേക്ക്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് മസാലയൊക്കെ റെഡിയായല്ലേ? ശരി അമ്മേ, എന്നാ പിന്നെ അമ്മ തന്നെ നമുക്കപ്പോ ഇത് പറഞ്ഞിടാം. ഇതില് വേണമെങ്കിൽ ഒരു ചെറിയ മീൻ കൂടി ഇടാൻ തോന്നുന്നു. ഏത് മീനായിരുന്നേ? സ്ലോപ്പിയ. അതായത് നമ്മള് തെക്കൻ കേരളത്തിന്റെ കരിമീൻ. ഞാനിവിടെ വന്ന് ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടുത്തെ ഒരു അനുഭവം പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇതിപ്പോ ഒരു വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കാരണം എല്ലാം ഒന്ന് സൈലന്റ് ആയി കിടക്കുകയാണ്. ഇവിടെ നിബിഡമാണ്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ടൂറിസ്റ്റിന്റെ ഒരു അട്രാക്റ്റീവ് പ്ലേസ് ആണത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് കളിച്ചും സൊറ പറഞ്ഞും ചിരിച്ചും ഒക്കെ ഇരിക്കുന്ന കാണാം. എല്ലാവരും ഈ ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുന്നത് ഈ ഭക്ഷണം വെയിറ്റ് ചെയ്തിട്ടുള്ള ഇരിപ്പല്ലേ? അതെനിക്കറിയാം. ഞാൻ വന്നിട്ടുണ്ട്. ഞാനും വന്ന് നമ്മളിവിടെ വന്ന് ഇങ്ങനെ വാചകം അടിച്ച് കുറേ നേരം സംസാരിക്കും. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറയും ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരും. എന്നിട്ട് സമയമാകുമ്പോൾ എന്താണ് സിഗ്നൽ കൊടുക്കുക ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ? കൈകൊട്ടി വിളിക്കും, കൂവി വിളിക്കുക, കൈകൊട്ടി വിളിക്കുക. ഇതൊക്കെ അല്ലേ നമ്മൾ ഭക്ഷണം റെഡി ആകുമ്പോഴേക്കും ഇവിടെ നിരറ്റ ഈ ഒരു കൊട്ടുകൊട്ടുമ്പോൾ അറിയാം ഇത് ആർക്കുള്ളതാണ്. സിഗ്നൽ അവരോട് തന്നെ പറഞ്ഞിരിക്കും എന്താ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരു ടീം എഴുന്നേറ്റ് ഞങ്ങളുടെ മീൻ റെഡിയായി. അങ്ങനെ ഓരോരുത്തർ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അത് കിട്ടാത്ത ഒരു കൊതിയോടെയൊക്കെ നോക്കി ഇരിക്കാറുണ്ട്. ഇതൊക്കെ എങ്ങനെയാ ഈ അമ്മ തന്നെ കണ്ടുപിടിച്ചാണോ ഈ രുചിക്കൂട്ടുകളും മസാല? 7 വർഷമായി കട തുടങ്ങിയിട്ട്. പുഴമീൻ മാത്രമേ ഉള്ളൂ അതോ? ഇല്ല, നാടൻ കോഴി ആരെങ്കിലും ചോദിച്ചാൽ പൈസയും കൊണ്ട് തന്നിട്ട് ഒരു നാടൻ കോഴി വേണമെന്ന് വെച്ചാൽ പെരട്ട്. നാടൻ കോഴി ഉണ്ട് ഇവിടെ? ഉണ്ട്, ചോദിക്കണേ. ഇപ്പോൾ ഒരു 25 പേർക്ക് ഒരു ഓർഡർ ഉണ്ട്, ഞങ്ങൾ കൊടുക്കും. ഒരു 50 പേർക്ക് ഞങ്ങൾ കൊടുക്കും. മീനിന്റെ കാര്യത്തിൽ പുഴമീൻ മാത്രമേ ഉള്ളൂ, കടൽ മീനൊന്നുമില്ല? ഇല്ല, മീൻ ഇത് മാത്രമേ ഞങ്ങളെ കടയിലുള്ളൂ. ഇത് ഒരു റോഡിന്റെ ഒരു സൈഡ് കേരളം, ഒരു സൈഡ് തമിഴ്നാട്. അപ്പൊ ഈ കുട്ടികളുടെ പഠിത്തത്തില് അതേ ഈ മലയാളവും ലാംഗ്വേജ് മലയാളവും തമിഴും രണ്ടും ഉണ്ട്. വേണോ എന്നുള്ളത് എടുത്ത് പഠിക്കാം. നമുക്കിപ്പോ എന്താ ഇഷ്ടം തോന്നണോ അത് പഠിക്കാം. തമിഴ് പഠിക്കണേ തമിഴ് പഠിക്കാം, മലയാളം പഠിക്കണേ മലയാളം പഠിക്കാം. ഒന്നും ഇഷ്ടം തോന്നിയില്ലെങ്കിൽ പഠിക്കാതിരിക്കാൻ പറ്റൂല. എന്നാ പിന്നെ അത് തന്നെ ചെയ്യാം. ഒരാള് വന്നെന്ന് വെച്ചോ, കുറച്ച് പേര് നിൽക്കുകയാണ് നമ്മളെ കടയിലെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇരിക്കണം. അപ്പോഴെന്ത് വേണം? നമ്മളൊന്നും ചെയ്യരുത്. എങ്ങനെ വെച്ചാൽ ആര് വന്നാലും നമ്മൾ ആഹാരം കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഇതല്ലെങ്കിൽ വേറെ വരും. ചെറിയ തീയിൽ അമിതമായി പൊരിച്ച അതിനൊരു പ്രത്യേകിച്ച് ടേസ്റ്റാണ്. തീ ഒരുപാട് കൂട്ടി കരിക്കരുത്. അതാണ് മീനിന്റെ അടയാളം. കണ്ടല്ല, മീൻ കണ്ട എല്ലാവരും അവർ വന്നിരിക്കണേ നമുക്ക് പെട്ടെന്ന് ചെയ്ത് അങ്ങനെ ആവരുത്. ചെറിയ തീയിൽ പൊരിച്ച് അവർ ടേസ്റ്റ് അറിയുമ്പോൾ പിന്നെയും വരുള്ളൂ. ഈ ചെറിയ തീയിൽ പൊരിക്കുമ്പോൾ എന്താ ഗുണം? മീൻ നല്ല രുചിയായിരിക്കും, ഈവനായിട്ട് വെന്ത് വരും. മീന് നല്ല ടേസ്റ്റ്. മറ്റേത് കരിഞ്ഞ് ഒരുമാതിരി കരിക്കട്ട പോലെയൊക്കെ ആവും, കറുത്ത് വരും. ഇതിപ്പോൾ നല്ല പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രുചിയുടെ സത്യം പറഞ്ഞാൽ ഈ മസാലക്കൂട്ടൊന്നും അല്ല ഇവിടുത്തെ രുചിയുടെ രഹസ്യം. എനിക്ക് മനസ്സിലായി. ഞാൻ പലപ്പോഴും പോയിട്ടുള്ളപ്പോൾ
എന്താ രഹസ്യ കൂട്ടുകളെന്ന് അന്വേഷിച്ച് പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും പോയപ്പോൾ അവിടുത്തെ ഷെഫുമാരുടെ ക്ഷമയായിരുന്നു പലയിടത്തും രഹസ്യ കൂട്ടായിരുന്നത്. ഇവിടെയും അത് തന്നെ. അതായത് അമിതമായ തീ ഉപയോഗിച്ച്, അതായത് നമ്മൾ ഈ ഹൈ ഫ്ലെയിമിൽ അല്ല ഫ്രൈ ചെയ്യേണ്ടത്, ഒരു മീഡിയം ഫ്ലെയിമിൽ സമയമെടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈവനായിട്ട് അതിൻ്റെ ഫ്ലഷ് എല്ലാം കറക്റ്റായിട്ട് കുക്കായി വരും. ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം. അമ്മ ഇനി എത്ര സമയം വേണം? ഒരു 2 മിനിറ്റ്. നമ്മൾ കോരിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എത്ര മിനിറ്റാണ് ഈ ഒരു ചെറിയ തീയിൽ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടി? എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ്. ആ 10 മിനിറ്റ് വാചം അടിച്ച് പോയത് കാരണം നിങ്ങൾ അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞല്ലേ? അല്ലെങ്കിൽ ഞാൻ മീൻ മറിച്ചിടുമായിരുന്നു. അബദ്ധം പറ്റി. എല്ലാ ഷെഫുമാരും പോലെ ഒന്ന് കരുതി മന്നിച്ചിടുങ്ക. അപ്പോൾ ശകലം കരിവേപ്പിലയും മല്ലിയിലയും കൂടിയിട്ട് ഭയങ്കര ടേസ്റ്റായിട്ടാണ് തോന്നുന്നത്. ഇടട്ടെ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ആ എണ്ണയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ രുചി വർദ്ധിക്കും എന്നാണ്. ഇത് സോൾട്ട് ആൻഡ് പെപ്പർ കുറേ എപ്പിസോഡുകൾ ഞാൻ ചെയ്യുന്നു, പക്ഷേ ഈ ഒരു ടിപ്പ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനൊരു ടിപ്പ് ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് കണ്ടല്ലോ. മതി, കണ്ടു. അപ്പോൾ ഈ വഴക്കൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇത്രയും ഇഷ്ടത്തോടെ ആൾക്കാർ പിന്നെയും വരുന്നുണ്ടല്ലോ, അതെന്താണ്? അത് എന്തെന്നേട്ടാ, നമ്മളൊരു കഴിവ്, നമ്മൾ സ്നേഹിക്കണം. രുചി സ്നേഹം. നമുക്കിനി ഇത് കോരാം. കണ്ട, ഇപ്പം നമ്മൾ നല്ല ഒറിജിനലായിട്ട് അതാണ് പറയണത്. ഇത് വീട്ടിലായാലും നമ്മളൊരു മീൻ പൊരിക്കുമ്പോൾ എണ്ണ അടുപ്പ് വെച്ചിട്ട് എവിടെയെങ്കിലും പോയാൽ മീൻ കരിഞ്ഞതിന് ചാളയായാലും മത്തിയായാലും എന്ത് മീനായാലും ഇത് നമ്മളത് നോക്കി തീ കുറച്ചിരുന്ന അതേ പരുവത്തിലെടുക്കാം. എന്തെങ്കിലും വ്യത്യാസം പറഞ്ഞാൽ അപ്പോൾ ഇതൊന്ന് പ്ലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു ബ്രേക്ക് കൂടെ എടുത്തോട്ടെ. എന്നാൽ ദേ വരുന്നു ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിംഗ് വാട്ടറിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. മടങ്ങി വരാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിംഗ് വാട്ടർ രുചിക്കൂട്ടിലേക്ക്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇന്ന് ഒരു വർക്കിംഗ് ഡേയിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തതെന്ന്. അത് കാരണം ഇത്തിരി തിരക്ക് കുറവാണ്. പക്ഷേ തിരക്കുള്ള ദിവസങ്ങളിലെ കാഴ്ച ഇതൊന്നുമല്ല. വാഹനങ്ങൾ ഇങ്ങനെ വരിയായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ ഞാൻ ആദ്യം ഒരു വഴി പറഞ്ഞു തന്നല്ലോ, ആ വഴി പുറത്ത് നിങ്ങൾ ഇവിടെ വന്നത് അത് നേരിട്ട് തന്നെ ബോധ്യപ്പെടും. അപ്പോൾ അമ്മേ നമുക്കിനി അത് പ്ലേറ്റ് ചെയ്യാമല്ലേ? കഴിക്കാം. അതിനെന്ത് വേണം, അതെന്ത് ചെയ്യണം എന്നറിയട്ടാ. ഉള്ളിയും നാരങ്ങ എല്ലാം അരിഞ്ഞു വെച്ചിട്ട് വേണം മീനെടുത്ത് വെക്കാൻ. സാധാരണ ഞങ്ങൾ എല്ലാം നേരെ തിരിച്ചാണ് നമ്മൾ ഇതുവരെ ചെയ്യണം. കാരണം മീനൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അതിനെ ഗാർണിഷ് ചെയ്യാൻ ചെയ്യണം. ഇത് അങ്ങനെയല്ല, നമുക്ക് അരിഞ്ഞു വെക്കാം. അല്ല, എന്ന് ഞാൻ അങ്ങനെ അടച്ചു പറഞ്ഞല്ല. ചിലപ്പോൾ ഈ ഗാർണിഷ് ചെയ്ത പ്ലേറ്റിലൊക്കെ നമ്മൾ എല്ലായിടത്തും വെക്കാറുണ്ട്. എന്നാൽ ഇവിടുത്തെ നമ്മൾ വേറെ രീതിയാണ്. ഇങ്ങനെയാണ് ഇവിടെ. അതാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഈ മലയാളികളെ കുറിച്ച് എന്താ അഭിപ്രായം? സൂപ്പർ ആൾക്കാർ ആണോ? നല്ലതാണോ? നല്ലവരും ഉണ്ട്, കൊല്ലാത്തവരും. എന്നാലും എല്ലായിടത്തും ഉണ്ട്. എന്നാലും മലയാളികൾ നല്ല ആൾക്കാരാണ്. ബിസിനസിന്റെ പുറത്ത് അവരെ പൊക്കി പറയണല്ല, അവരുടെ രീതി കൊള്ളാം. മലയാളികളാണ് കൂടുതൽ ഇവിടെ വരുന്നതല്ലേ? ഇതാണ് ബാബു ചേട്ടൻ. ഇതാണ് ചേച്ചി കുറേ സമയം കൊണ്ടേ പറയുന്നത്. എനിക്ക് എൻ്റെ തമ്പിയാരാണ്, 6 മാസമായിട്ടുള്ളൂ. ബ്രദർ. എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനില്ലെങ്കിലും എല്ലാം മംഗളമായിട്ട് കൊടുക്കും. എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളത് ഈ പുള്ളിക്കാരനെ വെച്ചാണ്. എന്തെന്ന് കേട്ടാൽ അത്ര നീറ്റ്, ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അമ്മ ഞാനത് കണ്ടായിരുന്നു ഷൂട്ടിങ്ങിനിടയ്ക്ക് ആവശ്യമുള്ള അതുകൊണ്ട് വന്നാലും നിങ്ങൾക്കൊന്നും വിഷമിക്കേണ്ട, എല്ലാം നല്ല രീതിയിൽ ആഹാരം തരണം. ബാബു ചേട്ടനെ, അതായത് സോറി തിരുവനന്തപുരമാണല്ലോ, ബാബു അണ്ണനെ കണ്ടാൽ മതി, എല്ലാം ഓക്കെ ബാബു അണ്ണ. മീനെടുക്കട്ടെ? പിന്നെ തീർച്ചയായിട്ടും. നമ്മൾ എന്തിനീ പാത്രം ഇങ്ങനെ വച്ചിരിക്കണം? അത് ഞാൻ പറയട്ടെ. അതായത് ഇതിലിരിക്കുന്ന എണ്ണ ഇതുവഴി താഴെ പോണം. അപ്പോഴത്തേന് അതാണ് അപ്പോഴെന്തിനായിരിക്കും ഈ മീന് നമ്മൾ ചെറിയ തീയിലിട്ടത് കൊണ്ട് മീന് എണ്ണ കുടിച്ചിട്ടില്ല, നല്ല സൂപ്പർ അല്ലെങ്കിൽ ഇരിക്കുന്നത്. അതേസമയത്ത് തീ ഓവറായിട്ട മീനിൽ എണ്ണ കുടിക്കും, മീന് അങ്ങനെയല്ല പോഞ്ഞു നിൽക്കും, എണ്ണയുടെ ഇതോടെ ഇരിക്കും. മറ്റേത് അങ്ങനെയല്ല, ഒരു 2 മിനിറ്റ് നിന്നാലും നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിറങ്ങാം എന്നുള്ള ആഗ്രഹം നമ്മളെല്ലാവരും വിചാരിക്കണം.
അമ്മ ഈ അങ്ങോട്ട് നോക്കി സംസാരിക്കുമ്പോൾ ഈ മീനൊക്കെ കൃത്യമായിട്ട് എങ്ങനെയാ ഇതിലിരിക്കുന്നത്? നമ്മളെ തൊഴിൽ അതല്ലയോ നിങ്ങളെ വാജ് മേടിച്ചുകൊണ്ട് പ്ലേറ്റിൽ. പിന്നെ അല്ലാതെ ഞാൻ പുകഴ്ത്തുകയല്ല, ഞാൻ തള്ളുകയല്ല, അത് ഞാൻ സീരിയസ് ആയിട്ട് സമ്മതിക്കുന്നത് കേട്ടോ. അമ്മ ഈ പറഞ്ഞ വാക്ക് സത്യസന്ധമാണ്. കാരണം നമ്മള് കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇതൊക്കെ ചെയ്ത് അത് മനുഷ്യ വരണവരോട് ഇങ്ങനെ വരുന്ന അവര് നമ്മളെ മൈൻഡ് സംസാരിക്കുന്നു നൈസായിട്ട് ഈ കൈകൊണ്ട് ഈ പാത്രത്തിൽ കൃത്യമായിട്ട് വെച്ചു ആസ്വദിച്ച് നമ്മള് കൊടുക്കുക. അപ്പൊ അവർക്ക് എന്ത് സന്തോഷം വരും. എന്തായിരുന്നാലും നിങ്ങൾ ഇതൊന്ന് കാണും. അപ്പോ കണ്ടത് മതി. ഇതിന്റെ ഒരു ടേസ്റ്റ് ഒന്നും തിന്നാൻ തോന്നുന്നില്ലയോ? കണ്ടിട്ട് ഇതിനെ എടുത്ത് തിന്നാൻ തോന്നുന്നില്ല. ഇതിനെ എടുത്ത് അത്ര ഭംഗിയായിട്ട് അത്ര ആർത്തി ഉണ്ടോ ഉള്ളില്? ശരി അമ്മ, ഞാൻ ശകലം ആർത്തി ഉണ്ട്, ഞാൻ കഴിച്ചോട്ടെ. നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട്? നമ്മൾ ഒരു മായവും ചേർത്തിട്ടില്ല, ഒറിജിനൽ നാടൻ ഭക്ഷണം. എനിക്ക് അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു വേവാണ്. അതായത് കരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ആ മസാല ഒരു കോട്ട് പോലെ അതിൻ്റെ മേളിൽ നിൽപ്പുണ്ട്, കോട്ടിങ് പോലെ. എങ്ങും അതിൻ്റെ ഒരു പീസ് കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവും ചൂട് അമിതമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തെ ആക്രമിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇത് ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ ഇതും കൂടെ നോക്കട്ടെ. 7 വർഷം കൊണ്ട് കഴിക്കണം. നമുക്കിതൊന്നും വേണ്ട. കടലിലെ 2 ചാളയോ 2 തൊത്തോലിയാണ് ആവശ്യം. എന്റെ വീട്ടില് വാള മീൻ, നിങ്ങൾക്ക് ആറ്റ് മീൻ. ഇവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോ മീൻ സൈസും ഉണ്ട്, 25 കിലോ മീനും ഉണ്ട്. എനിക്ക് കഴിഞ്ഞ വർഷം 42 കിലോ ഉള്ള ഒരു കട്ടള കിട്ടിയിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ? നമ്മളാ മാട്ടിറച്ചി തിന്നാൽ തോറ്റുപോകും, അത്ര കട്ടിയാണ്. തിന്നാനും എന്തോ ഒരു ടേസ്റ്റ്. അതായത് ഇന്ന് ആ മീൻ എനിക്ക് വന്നിട്ടില്ല, എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരുമായിരുന്നു. പക്ഷെ ഇന്ന് ആ മീൻ ഇവിടെ വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ കുറച്ച് ഹൃദയ വിശാലത തന്നെ വേണം കേട്ടോ. അല്ല എങ്കിൽ ഇത് ഉണ്ടാക്കി തന്നിട്ട് ഇത് ഭയങ്കര സൂപ്പറാണ്, നിങ്ങൾ കഴിച്ചു നോക്കൂ എന്ന് പറയേണ്ട നാവ് കൊണ്ട് പറയുന്നത് ഇതല്ല, വേറെ സംഭവങ്ങളുണ്ട് എന്ന് പറയുന്ന ഈ അമ്മ തന്നെയാണ്. ഞങ്ങൾക്ക് ശനി ഞായർ 4 സൈസ് മീനുണ്ട്. ഇന്ന് മീനില്ല, കുറവ്. അല്ലെങ്കിൽ ആ വലിയ കട്ടള വരും. അതാണ് ഞാൻ നിങ്ങൾക്ക് അപ്പോഴേ നേരത്തെ മറ്റേ വീടൊക്കെ പണിയുമ്പോൾ വെക്കണത്. അത് ജന്നലാണ്. എന്റെ അമ്മ, നിങ്ങൾ പുലിയാണ്, നിങ്ങളെക്കാളും പുലിയാണ് നിങ്ങളുടെ പാചകം. എനിക്കിനി ഒരു വാചകവും പറയാനില്ല. ഗംഭീരം, ആദി സൂപ്പർ, ഇനി ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു മീന് ഫ്രൈ ചെയ്തെടുക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ ഇതുപോലെ ഫ്രൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദേ ഈ റീക്യാപ്പ് ഒന്ന് കാണാം. അമ്മേ, അമ്മയ്ക്ക് എന്താണ് ഇവിടെ വരുന്നവരോടത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. എനിക്ക് ഇന്നുവരെ ഒരു സന്തോഷം എന്ന് പറയണത് നിങ്ങളെ പോലുള്ളവരുടെ ഒരു ജീവിതമാണ് എൻ്റെ സന്തോഷം. പണത്തിലല്ല എൻ്റെ ആർത്തി. നമുക്കൊരു നേരത്തെ ആഹാരം കഴിക്കണം, അത് നല്ലതായി കൊടുക്കണം. എനിക്ക് ദൈവം പെൺപിള്ളേരൊന്നും തന്നിട്ടില്ല, തന്നത് 3 സുന്ദരനും സുശീലന്മാരായ മക്കൾ. അതാണ് എൻ്റെ മരിക്കുന്നത് വരെ നിങ്ങളടുത്ത് പറയേണ്ട ഏറ്റവും വലിയ ഇത്. നിങ്ങളെല്ലാവരും വന്ന് നമ്മളെ കടയിൽ വന്ന് കഴിച്ച് എടുത്തതിൽ വളരെ വളരെ സന്തോഷം. വീണ്ടും നമുക്ക് കാണാം. ഈ അമ്മ പറഞ്ഞതിനപ്പുറം എനിക്കും ഒന്നും പറയാനില്ല. വീണ്ടും കാണാം. ടാറ്റ.